നക്സലിസം നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞ സായുധ വിപ്ലവ പോരാട്ടം. ഈ വിപ്ലവ മാർഗത്തിന് നക്സലിസം എന്ന് പേര് വന്നത് എങ്ങനെയാണ്? അതിന് കാരണമായ നാട്ടിലേക്കാണ്. വെസ്റ്റ് ബംഗാളിൽ നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നക്സൽബാരി ഗ്രാമത്തിലേക്ക്. വിജയം കണ്ടില്ലെങ്കിലും 1967 ഈ മണ്ണിൽ തുടങ്ങി പിന്നീട് ചെറിയ തോതിലെങ്കിലും കേരളത്തിലേക്കുൾപ്പെടെ പടർന്ന സായുധ വിപ്ലവം. അങ്ങനെയൊരു പോരാട്ടകാലത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ നാട്. പക്ഷേ ഈ നാട്ടുകാർക്ക് അങ്ങനെയൊരു കേട്ടറിവ് പോലുമില്ലെന്ന് പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. കർഷകർക്ക് നേരെയുള്ള ജന്മികളുടെ പീഡനവും അടിച്ചമർത്തലുകളും നടമാടിയ കാലഘട്ടം. CPM വിട്ട ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സായുധ വിപ്ലവം. ബംഗാൾ CPM ഈ പ്രക്ഷോഭത്തെ തള്ളിയെങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുണ്ടായിരുന്നു സമരത്തിന്. 1967 മെയ് 25-നുണ്ടായ പോലീസ് വെടിവയ്പിൽ 2 കുട്ടികളടക്കം 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രം പീപ്പിൾസ് ഡെയിലി നക്സൽബാരി പോരാട്ടത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കമെന്നായിരുന്നു. 1972 പോലീസ് കസ്റ്റഡിയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ നക്സൽ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി ചാരു മജുംദാർ അന്തരിച്ചു. ഹൃദയാഘാതം മൂലം മരിച്ചെന്നാണ് പോലീസ് ഭാഷ്യം. ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം. കാൾമാക്സ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും നക്സൽബാരിയിൽ ജീവത്യാഗം ചെയ്ത പോരാളികളുടെയും ശില്പങ്ങൾ. ഒരു വലിയ പോരാട്ടകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് അവശേഷിക്കുന്നത് ഈ ദുർബലമായ സ്മാരകം മാത്രമാണ്.